അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത്രയും നമ്മൾ പറഞ്ഞു വന്നത് സർവ ചരാചരങ്ങളും, അതായത് മലക്ക്, ജിന്ന്, അർവാഹിയായ ലോകം, ജിസ്മാനിയായ ലോകം, ഏതൊക്കെ ലോകങ്ങളുടെ ലോകങ്ങളും മുഴുവനും ഒരുമിച്ച് കൂട്ടിയത് മനുഷ്യരിലേക്കാണ്. ഏറ്റവും കറന്ന ബനി ആദം, മനുഷ്യരാണ് ഏറ്റവും ഉന്നതനായ സൃഷ്ടി. ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയത് ആ മനുഷ്യരിലാണ്. ഈ മനുഷ്യര് മുഴുവനും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അമ്പിയാക്കന്മാരിലാണ്. എല്ലാ കാലത്തും എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെ. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ശേഷം നബിമാരില്ല, മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എൻ്റെ ശേഷം എൻ്റെ ഖലീഫമാരാണ് ഉണ്ടാവുക, അവരെ നിങ്ങൾ ബൈഅത്ത് ചെയ്യണം. അതുകൊണ്ടാണ് സുന്നത്തെ ജമാഅത്ത് ഷെയ്ഖ് വേണം എന്ന് വുജൂബാക്കാൻ, ഫറളായില്ല എന്നാക്കാനുള്ള കാരണം. എല്ലാ കാലത്തും നബിമാരുണ്ടായിരുന്നു, നമുക്കതില്ല. നമുക്ക് പ്രവാചകന്മാര് പകരം നമുക്ക് ഖലീഫമാരാണ്. അവർ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അവര് അൽ ഇൽമിനെ വറാസത്ത് എടുക്കുക. വറസഹുൽ ഇൽമ. അൽ ഇൽമ എന്ന് പറഞ്ഞാൽ ഫഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖ. ഇൽമ എന്ന് പറഞ്ഞാൽ നൂറാണ്, അത് നൂറാണ്. ആ നൂറ് ഏതാണ്? അനമിന്നൂരില്ല, ഹബീബാ റസൂലുള്ളാഹിങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സർവ്വ ചരാചരങ്ങളും മലക്ക്, ജിന്ന്, എന്തൊക്കെ ഉണ്ട് അതൊക്കെയും ഒരുമിച്ച് കൂട്ടിയത് മനുഷ്യരിലാണ്, അല്ലേ? അതാണ് ആലം സഗീർ, ആലം കബീർ എന്നൊക്കെ മഹാന്മാർ വിശദീകരിക്കുക. ലോകത്തുള്ള മുഴുവൻ മനുഷ്യ ശരീരത്തിലുണ്ടെന്ന് പറയും. അപ്പോൾ ലോകം ആലം കബീർ ആണെങ്കിൽ ഈ നമ്മളെ ശരീരം ആലം സഗീറാണ്. അത് കണ്ടെത്തണം എന്ന് മഹാന്മാർ പറയാനുണ്ട്. ബിനർബിത്തങ്ങൾ പോലുള്ള, തക്കല പീറപ്പയെ പോലുള്ള അദ്ദസല്ലാഹു അസ്റാറഹും ഒരുപാട് മഹാന്മാർ ആത്മജ്ഞാനം അത് പറഞ്ഞു പോയിട്ടുണ്ട്. അത് വരച്ച് വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ അത് എല്ലാം ഒരുമിച്ച് കൂട്ടിയത് മനുഷ്യരിലാണ്. മനുഷ്യന്മാരെ കമാലിയത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അമ്പിയാക്കന്മാരിലാണ്. അമ്പിയാക്കന്മാരെ കമാലിയത്ത് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് മുർസലീങ്ങളിലാണ്. അപ്പോൾ എല്ലാ അമ്പിയാക്കന്മാരും മുർസലീങ്ങളിൽ ഒരുമിച്ച്, അവർക്ക് ആമികമായിട്ട് മുർസലീങ്ങൾ ഉണ്ടാവും. എന്നാൽ സർവ്വ മുർസലീങ്ങളും ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഉലുൽ അസ്മിലാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം, നൂഹ് അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, അവരൊക്കെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരൊറ്റ ദിക്റ് കൊണ്ട് ഈ നാലാൾക്കാരും പെട്ടു. അതിന്റെ നേതാവ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവരെ കീഴിൽ മുർസലീങ്ങൾ, അവരെ കീഴിൽ അമ്പിയാക്കന്മാര്, അവരെ കീഴിൽ സർവ്വ മനുഷ്യര്, സർവ്വ ചരാചരങ്ങൾ, സർവ്വം. അപ്പൊ എല്ലാം ഒരുമിച്ച് കൂട്ടിയതാണ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ദിക്റ്. മനസ്സിലാക്കണം. ഇനിയുമുണ്ട് ഒരുപാട് പറയാൻ. ഇത് വിശദീകരിച്ചാൽ തീരൂല. അർശും കുർസും ലൗഹും കലമും, അർശും കുർസും ലൗഹും കലമും ഹബീബാ റസൂലുള്ളാഹിങ്ങളെ പൊന്നൂറ് കൊണ്ട് പടക്കപ്പെട്ടതാണ്. അർശും കുർസും ലൗഹും കലമും പൊന്നൂറ് കൊണ്ട് പടക്കപ്പെട്ടതാണ്. സ്വർഗത്തിന്റെ സർവ്വ അലങ്കാര വസ്തുക്കളും മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇത് പല മഹാന്മാരും അത് വിശദീകരിച്ചു പോയിട്ടുണ്ട്. ഒരൊറ്റ ദിക്റ് കൊണ്ട് അർശും കുർസും ലൗഹും കലമൊക്കെ കിട്ടുകിട്ട് എന്ന് പറഞ്ഞേ വറക്കുന്ന പറയണേ. കാരണം എന്താ? അതാണ് ഈ പേരിന്റെ പവർ. അതാണ് മുഅ്മിനീങ്ങൾക്ക് ഭയങ്കര സ്ഥാനം. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങൾ എങ്ങനെ നിസ്കരിക്കാതിരിക്കും, എങ്ങനെ നോമ്പ്, എങ്ങനെ താടി വടിക്കും, എങ്ങനെ താടി വെക്കാൻ കഴിയാതിരിക്കുക. അത്രയും ഉന്നതനാണ് ഈ പരിശുദ്ധമായ തൗഹീദിൽ വയ്യെത്തിയ ഒരാള്. ഭയങ്കര അല്ലാഹുവിന്റെ അടുക്ക ചെല്ലുമ്പോ അവൻ അർശ ഖുലൂബുൽ മുഅ്മിനീന അർശുല്ലാ. എങ്ങനെ? എന്താ അർശിൽ എഴുതിച്ചിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. അതിനല്ലേ മുഅ്മിന്റെ അർശ് ഇവിടെ വരിക. കതബല്ലാഹു ഫീ ഖുലൂബിഹിൽ ഈമാൻ. ഈമാൻ എഴുതും. ഏതാ ഈമാൻ? നൂറ്. ഏതാണ് നൂറ്? മുഅ്മിനീങ്ങൾ ഹൃദയത്തിൽ പ്രവേശിക്കുന്ന നൂറ്. ഏതാണ് നൂറ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അർശും കുർസും ലൗഹും കലമും സിദ്റത്തുൽ മുൻതഹയും ഒക്കെ പെട്ട ഒറ്റ ദിക്റില്. അള്ളാഹു സംവിധാനം നോക്കണം. ഒരൊറ്റ സ്വിച്ച് അമർത്തിയാലേ ഒന്ന് പിടിച്ച് കുലിക്കാൻ ലോകം മുഴുവനും പറക്കുന്ന ഒരു രൂപത്തിലാണ് ആരംഭത്തോഹ റസൂലുള്ളാഹിന്റെ തിരുനാമം. വെറുതെ അങ്ങനെ ആയി വന്നതല്ലത്, പടച്ചോന്റെ തീരുമാനം. അതിനൊരു കാരണമുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ആലമീങ്ങൾക്ക് റഹ്മത്താണ് ഞാൻ. ആലമന മാ സിവൽ ബാരി, അല്ലാത്തൊക്കെ ആലമാ. അപ്പൊ ആ പേര് പറയുമ്പോ ആലമൊക്കെ കീഴ്പ്പെടണം. സുജൂദ് ചെയ്യാൻ അള്ളാഹ് പറഞ്ഞിട്ടുണ്ടെന്ന്, സുജൂദ് ചെയ്യാൻ. ആദമിന് എപ്പോഴാ സുജൂദ് ചെയ്യാൻ പറഞ്ഞത്? ആ പൊന്നാര തിരുനൂറ്, മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുനൂറ് അവിടെ ബഹുമാനപ്പെട്ട ആദമിൽ വന്നപ്പോഴാണ്. അപ്പോൾ സുജൂദ് നടന്നത് എവിടെയാണ്? പൊന്നാര ഖലീഫയായ അള്ളാഹുവിന്റെ തിരു ഖലീഫയായ മുഹമ്മദ് റസൂലുള്ളാഹിയിലേക്കാണ്.
അതാണ് ആദം അന്ന് ആരിഫായത്. ആ മുഹമ്മദ് റസൂൽ അല്ലാതെ ആരും ആരിഫാകാൻ പോണില്ല, ആലിമുമാകാൻ പോണില്ല. ഇൽമു തന്നെയല്ലേ. അതുകൊണ്ടാണ് ത്വരീഖത്തുകാർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തൗഹീദ് എത്തിയില്ലെങ്കിൽ യാത്ര തുടരണം. ത്വരീഖത്ത് കിട്ടാത്തവർ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ തൗഹീദുള്ള ശരി ത്വരീഖത്ത് അന്വേഷിച്ച് നടക്കണം. അപ്പൊ റഹ്മത്ത് നിഅമത്തും ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി തന്നെയാണ്, ബറക്കത്തും അത് തന്നെയാണ്. ബാറക്കന ഹൗല എന്ന് പറഞ്ഞപ്പോ ആ ബൈത്തുൽ മുഖദ്ദസ് ചെന്നപ്പോ എല്ലാ നബിമാരും സ്വീകരിച്ചുകൊണ്ട് അവിടെ ഇമാമായി നിന്നു. അവര് മഅ്മൂമായി റസൂലുള്ളാഹിങ്ങൾ ഇമാമാക്കി നിർത്തി. ഇതാ ബൈത്തുൽ മുഖദ്ദസ് ചുറ്റും അള്ളാഹു ബർക്കത്ത് ചെയ്തിരിക്കുക. എന്താ കാരണം? ഹബീബ റസൂലുള്ളാഹിങ്ങൾ ബൈത്ത് ചെയ്യിപ്പിച്ചവിടെ അവരൊക്കെയും ആ മഹത്തമായ അവസ്ഥയിൽ കൊണ്ടുവന്നു. അവിടുന്ന് ഒരു കരാർ ഉണ്ടായിട്ടുണ്ട്. ഇവിടുന്ന് ആലമുൽ അർവാന്ന് മീസാക്ക് എന്ന് പറയും. അത് ബൈത്തുൽ മുഖദ്ദസ് വന്നിട്ട് പുതുക്കുക. എല്ലാവരും ഒരുമിച്ച് കൂട്ടി ഇമാമ് നിന്ന് ബഹുമാനപ്പെട്ട സർവ്വ അമ്പിയാക്കന്മാരെയും ഹബീബ റസൂലുള്ളാഹിങ്ങൾ അവിടെ ലാഹിറിലും കൊടുന്നിട്ട് അവരൊക്കെ ശിഷ്യപ്പെടുത്താണ്. ഇതൊക്കെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പറയാനും അനുഭവിക്കാനും അതൊക്കെ സാക്ഷിയാവാനും അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇതൊക്കെ ഒഴിവാക്കി ഏതോ ഒരു പോക്ക് ഞമ്മക്കത് വേണ്ട. ഇനി ഖുർആൻ എടുക്കുക. നമുക്ക് ഹദീസ് റസൂലുള്ളാഹിങ്ങൾ മാത്രമാണല്ലോ. ഖുർആൻ എടുക്കുക. ഹബീബ റസൂലുള്ളാഹിങ്ങൾ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏതാണ്? ബഹുമാനപ്പെട്ട തിരു ഖുർആനാണ്. ഒരു ആളുടെ മുഅ്ജിസത്താണോ ആ ആളാണോ പ്രധാനപ്പെട്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിപ്പിക്കുന്നത് ഖുർആനാ പ്രധാനപ്പെട്ടത് അല്ല, മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പ്രധാനപ്പെട്ടത്. അവിടത്തേക്ക് അള്ളാഹുത്തെ ദലീല് മാത്രമാണ് ഇത് പരിശുദ്ധമായ ഖുർആൻ. അവിടുത്തെ ഒരു മുഅ്ജിസത്ത് മാത്രമാണ് ഖുർആൻ. ഒരാൾ ആ പരിശുദ്ധമായ തിരുനാമം പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനും അവിടെ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കണം. ഹേയ് മാഷാ അല്ലാഹ്, അവിടത്തേക്ക് അള്ളാഹു കൊടുത്ത, അവിടത്തേക്ക് തെളിവായിട്ട് അള്ളാഹു കൊടുത്തതാണ് ഖുർആൻ. ഖുർആൻ മുറുകെ പിടിച്ചതുകൊണ്ടോ, ഖുർആൻ കയ്യിൽ പിടിച്ചതുകൊണ്ടോ, ഫുള്ള് ഓതിയത് കൊണ്ടോ, കാണാതെ പഠിച്ചതുകൊണ്ടോ മുഅ്മിനോ മുസ്ലിം ആവൂല. അവൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചാലേ ഖുർആൻ അവന് തെളിവുള്ളൂ. അപ്പൊ ആദ്യം ആരെ വിശ്വസിക്കണം? മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവിടുന്ന് കൊടുന്ന് ഖുർആൻ അംഗീകരിക്കാൻ അവനെ യോഗ്യനാവുള്ളൂ. ഖുർആനും അതിൽ പെട്ടു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ.